കഴിഞ്ഞ 10 ദിവസത്തെ തിരച്ചിലിന് നമുക്കറിയാം ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നത് പ്രകൃതി ഈ നിലയിൽ പ്രതികൂലമായുള്ള സാഹചര്യം തന്നെയായിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നു, ശക്തമായ കാറ്റോടുകൂടിയുള്ള കനത്ത മഴയൊക്കെ തന്നെയായിരുന്നു തിരച്ചിലിൽ വലിയ പ്രതിസന്ധിയായിരുന്നത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് ഈ മേഖലയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇടവിട്ട് വീഴുന്ന ശക്തമായ മഴ രക്ഷാദൗത്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഒരു 45 മിനിറ്റോളം ശിരൂർ മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കർണാടക പോലീസ് അനുവാദം നൽകിയിരുന്നു. ആ ഒരു സമയത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം അവിടെ നിന്നും തിരിച്ചു വരുന്ന സമയത്താണ് ആ മേഖലയിൽ എത്രത്തോളം സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ചിത്രീകരിക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചത്. വലിയ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ആ ഒരു മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു, റോഡിലേക്ക് മണ്ണ് അടർന്നു വീഴുന്നൊരു സാഹചര്യമുണ്ടായി. ഉടനെ തന്നെ ആ ഒരു മേഖലയിലുണ്ടായിരുന്ന ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അവർ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും ആ ഒരു മേഖലയിൽ അത് പുരോഗമിക്കുകയാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ദുരന്തം ബാധിച്ച മേഖലയിൽ നിന്നും ഏകദേശം 500 മീറ്റർ അകലെയാണ് ഈ വിധത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഈ ഒരു വഴിയിലുടനീളമുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് ജനവാസ മേഖലയാണ്, ആളുകളൊക്കെ തന്നെ തിങ്ങി താമസിക്കുന്ന മേഖലയാണ്. പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ വലിയ ഭീഷണി ഈ ഒരു മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ റോഡ് നിർമ്മാണമൊക്കെ തന്നെ നടന്നിരുന്ന സമയത്ത് അശാസ്ത്രീയ നിർമ്മാണത്തെ നാട്ടുകാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. തങ്ങൾക്കിവിടെ താമസിക്കാൻ പേടിയാണെന്നവരൊക്കെ തന്നെ ആ ഒരു ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും മുഖവിലെടുക്കാതെയുള്ള നിർമ്മാണമാണ് ഈ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അവരൊക്കെ തന്നെ ഒരുപോലെ പറയുന്നത്. അത് നമുക്ക് മുമ്പിൽ ഉദാഹരണമായി തന്നെയുണ്ട്. 3 പേരുടെ ജീവൻ ഇപ്പോഴും അവരെ കണ്ടെത്താൻ സാധിച്ചില്ല, അവരുടെ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ നിലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു സംഭവത്തിൽ ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയാണുള്ളത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം എത്രത്തോളം വിപത്താണ് ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയതെന്നുള്ള നേർക്കാഴ്ച നമ്മളും കാണുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രക്ഷാദൗത്യത്തെ സംബന്ധിച്ച് കാലാവസ്ഥ പ്രതികൂലമായുള്ള സാഹചര്യം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു നിലവിലെ സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ചെറിയ രീതിയിൽ ശമനമുണ്ട്. പ്രധാനമായും നേരത്തെ അർജുൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ 2 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ് അവിടെ പുരോഗമിക്കുന്നത്. ലക്ഷ്മണന്റെ ചായക്കട ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല, ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ മണ്ണുകൾ പൂർണ്ണമായും മാറ്റുന്നുണ്ട്. ആ ഒരു മേഖലയിൽ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്തമായ മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റുമുണ്ടെങ്കിലും അത് അത്രത്തോളം ഈ ഒരു പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. എന്നാൽ ഗംഗാവലിപ്പുഴയുള്ള പ്രവർത്തനത്തെയാണ് കനത്ത മഴ ബാധിക്കുന്നത്, ശക്തമായ കാറ്റ് ബാധിക്കുന്നത്. കാരണം 3 ഇരട്ടി ആഴത്തിൽ വെള്ളമുണ്ട്, ശക്തമായ അടിയൊഴുക്കുണ്ട്, കുത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ നിലയിൽ ഗംഗാവലിപ്പുഴ എന്നുള്ളതാണ്. ആ ഒരു പുഴയിൽ ഇറങ്ങിക്കൊണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ സ്ഥിരീകരിച്ച മേഖലയിൽ തിരച്ചിൽ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല. പരിശീലനം ലഭിച്ച മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഈ നിലയിലുള്ള കുത്തൊഴുക്കുള്ളത് മൂലം ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നേവിയും പറയുന്നത്. ഇന്നലെ ഈ നിലയിലുള്ള സുപ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിച്ചത് ഈ നിലയിൽ മഴയൊക്കെ തന്നെ കുറഞ്ഞ സാഹചര്യത്തിലായിരുന്നു. സ്വാഭാവികമായും ആ നിലയിൽ മഴയും കാറ്റുമൊക്കെ തന്നെ കുറയുന്ന സാഹചര്യത്തിൽ മാത്രമേ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴ, ഒപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ തുടരുകയും ചെയ്യുകയാണ്.